പ്രിയ വിദ്യാർത്ഥികളെ, KTU ബിടെക് ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ IT വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ്റ്റർ മാത്തമാറ്റിക്സ് ആണ്. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ മാത്ത് MAT 203 ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ. ഈ പേപ്പറിൽ നിങ്ങൾക്ക് 5 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. ഞാൻ മൊഡ്യൂൾ ഓരോന്നായി പറയാം. മൊഡ്യൂൾ 1 ഫണ്ടമെൻ്റൽസ് ഓഫ് ലോജിക്, മൊഡ്യൂൾ 2 ഫണ്ടമെൻ്റൽസ് ഓഫ് കൗണ്ടിങ് തിയറി, മൊഡ്യൂൾ 3 റിലേഷൻ ആൻഡ് ഫങ്ഷൻ, മൊഡ്യൂൾ 4 ജനറേറ്റിംഗ് ഫങ്ഷൻ ആൻഡ് റെക്കറൻസ് റിലേഷൻ, മൊഡ്യൂൾ 5 ആൽജിബ്രായിക് സ്ട്രക്ചർ. ഇതിൽ മൊഡ്യൂൾ 2 ഫണ്ടമെൻ്റൽസ് ഓഫ് കൗണ്ടിങ് തിയറി, ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ +1 +2 ക്ലാസ്സുകളിൽ പഠിച്ചതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫണ്ടമെൻ്റൽസ് ഓഫ് കൗണ്ടിങ് തിയറി. ഈ മൊഡ്യൂളിൽ ഏതാനും ചില ടോപ്പിക്കുകൾ, 9 ടോപ്പിക്കുകളാണ് നിങ്ങൾ സിലബസിൽ കവർ ചെയ്യുന്നത്. അതിലെ ഓരോ ടോപ്പിക്കും നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ടോപ്പിക്ക് ദ പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ. ദ സെക്കൻഡ് ടോപ്പിക്ക് ദ റൂൾ ഓഫ് സം. തേർഡ് ടോപ്പിക്ക് എക്സ്റ്റൻഷൻ ഓഫ് സം റൂൾ. നെക്സ്റ്റ് ടോപ്പിക്ക്, ഫോർത്ത് ടോപ്പിക്ക് ദ റൂൾ ഓഫ് പ്രൊഡക്റ്റ്. ഫിഫ്ത്ത് ടോപ്പിക്ക് എക്സ്റ്റൻഷൻ ഓഫ് പ്രൊഡക്റ്റ് റൂൾ. സിക്സ്ത് ടോപ്പിക്ക് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വിത്ത് റിപ്പീറ്റേഷൻ. നെക്സ്റ്റ് സെവൻത്ത് ടോപ്പിക്ക് ബൈനോമിയൽ തിയറം. സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്ക് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ തിയറം. അതുപോലെ തന്നെ ജനറലൈസേഷൻ ഓഫ് ദിസ് പ്രിൻസിപ്പിൾ. ലാസ്റ്റ് ടോപ്പിക്ക്, ദാറ്റ് ഈസ് 9th ടോപ്പിക്ക്, ഡി അറേഞ്ച്മെൻറ്റ്സ്. ഇത്രയും ടോപ്പിക്കാണ് സെക്കൻഡ് മൊഡ്യൂളിൽ, അഥവാ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിലെ പല ടോപ്പിക്സും നിങ്ങൾ +1 +2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ബൈനോമിയൽ തിയറം ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, അതിന് തൊട്ട് മുന്നുള്ള കുറച്ച് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ റൂൾസും, അത് ഡെഫിനിഷനാണ്, അത് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് പഠിക്കാനുണ്ട്. ആദ്യം നമ്മൾ എടുക്കുന്നത് ഈ നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് ടോപ്പിക്ക്, ദാറ്റ് ഈസ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, അതുപോലെ തന്നെ ബൈനോമിയൽ തിയറം, അതിൻ്റെ താഴേക്കുള്ള 2 പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ഇൻക്ലൂഷൻ പ്രിൻസിപ്പിൾ അതുപോലെ തന്നെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഈ ടോപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യാൻ പോണത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കുറേ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ടോപ്പിക്ക് പെർമ്യൂട്ടേഷൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കോമ്പിനേഷൻ വിത്ത് റിപ്പീറ്റേഷൻ, അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് ബൈനോമിയൽ തിയറം. ഈ ഒരു ഓർഡറിൽ നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം എന്താണ് പെർമ്യൂട്ടേഷൻ. ദാറ്റ് ഈസ് പെർമ്യൂട്ടേഷൻ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അതുപോലെ തന്നെ ബൈനോമിയൽ തിയറം നിങ്ങൾ +1 +2 എന്നീ ക്ലാസ്സുകൾ പഠിച്ചതാണ്. എന്താണ് പെർമ്യൂട്ടേഷൻ? ഗിവൺ എ കളക്ഷൻ ഓഫ് n ഒബ്ജക്റ്റ് അല്ലെങ്കിൽ n ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്, എനി ലീനിയർ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദിസ് ഒബ്ജക്റ്റ് ഈസ് കോൾഡ് പെർമ്യൂട്ടേഷൻ ഓഫ് ദിസ് കളക്ഷൻ. ഓക്കെ, നമ്മൾ പറയാം പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു n ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനി ലീനിയർ അറേഞ്ച്മെൻറ്റ് ഓഫ് ദിസ് ഒബ്ജക്റ്റ് ഈസ് കോൾഡ് പെർമ്യൂട്ടേഷൻ ഓഫ് ദിസ് കളക്ഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 3 ഒബ്ജക്റ്റ് എടുക്കുന്നുണ്ട്, 3 ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇത് ഒരു അറേഞ്ച്മെൻറ്റാണ് അല്ലേ. ഫസ്റ്റ് ഈ ഒരു ശംഖ് ഞാൻ എടുത്തു, നെക്സ്റ്റ് ഇതെടുത്തു, തേർഡ് മൂസ് എടുത്തു. ഓക്കെ, ഈ 2 മാറ്റിക്കഴിഞ്ഞാൽ ഈ 2 ഇത് വേറൊരു അറേഞ്ച്മെൻറ്റാണ്. ഓക്കെ, അഥവാ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിക്കഴിഞ്ഞാൽ 2 ഡിസ്റ്റിങ്ക്റ്റ് അറേഞ്ച്മെൻറ്റ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഇത് 2 മാറ്റിക്കഴിഞ്ഞാലോ വീണ്ടും 2 രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇത് 2 മാറ്റിക്കഴിഞ്ഞാലോ അപ്പോഴും നമുക്ക് എന്ത് കിട്ടും, 2 ലീനിയർ അറേഞ്ച്മെൻറ്റ് കിട്ടും. ടോട്ടൽ 3 ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ 6 അറേഞ്ച്മെൻറ്റ് കിട്ടും.
ഓക്കെ, ഇതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയാം. ദ ലീനിയർ അറേഞ്ച്മെൻറ്റിന് ദാറ്റ് ഈസ് എൻ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ എൻ ഒബ്ജക്റ്റിൻ്റെ ഞാൻ ഈ ഒബ്ജക്റ്റിന് പകരം 3 ലെറ്റേഴ്സ് എടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് എ ബി സി. ഓക്കെ, എ ബി സി ഇതൊരു പെർമ്യൂട്ടേഷനാണ് അല്ലേ. ഫസ്റ്റ് എ, സെക്കൻഡ് ബി, തേർഡ് സി. നെക്സ്റ്റ് ബി എ സി എന്ത് ചെയ്തു, ഇത് രണ്ടും ഞാൻ ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് ബി എ സി. അപ്പോൾ എ ബി സി എന്നിട്ട് ഇത് രണ്ടും ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് ബി എ സി. നെക്സ്റ്റ് ഇവിടെ എയും സിയും ഞാൻ തൊട്ട് മുന്നേ ആ ഒബ്ജക്റ്റ് മാറ്റിയ പോലെ ഇവിടെ എയും സിയും മാറ്റാൻ പോവാണ്. ദാറ്റ് ഈസ് എയും സിയും ഇൻ്റർചേഞ്ച്. ദാറ്റ് ഈസ് സി ബി എ. ഇത് വേറൊരു പെർമ്യൂട്ടേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ബിയും സിയും ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് എ സി ബി. ഇത് വേറൊരു പെർമ്യൂട്ടേഷനാണ്. നെക്സ്റ്റ് അടുത്തത് ബി സി എ അല്ലേ. ബി സി എ ഇവിടെ ഫസ്റ്റ് എ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണത് 2 എണ്ണം അല്ലേ. എ ബി സി, നെക്സ്റ്റ് എ സി ബി. നെക്സ്റ്റ് ബി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണത് ബി സി എ, നെക്സ്റ്റ് ബി എ സി, നെക്സ്റ്റ് ബി സി എ. അതുപോലെ തന്നെ സി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണത് സി ബി എ, അതുപോലെ സി എ ബി. അപ്പോൾ ഇനി ലീനിയർ അറേഞ്ച്മെൻ്റ് ഉണ്ടോ? ഇതല്ലാതെ ഇനി ഇതിൽ നിന്നും വ്യത്യാസമായിട്ട് ഇനി ഒരു ലീനിയർ അറേഞ്ച്മെൻ്റ് ഇല്ല. ഓക്കെ, ഇനി എങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിലെ ഏതെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റിൽ വരിക. അപ്പോൾ ഇതെല്ലാം എന്താണ്, പെർമ്യൂട്ടേഷനാണ്. എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ട്? 6 പെർമ്യൂട്ടേഷൻ ഉണ്ട്. വേറൊരു രീതിയിൽ വേറൊരു മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ 1-1-1-2 ഫംഗ്ഷൻ ഓൺ എ സെറ്റ്, അങ്ങനെ പറയാം. അപ്പോൾ പെർമ്യൂട്ടേഷൻ ഓൺ എ സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ 1-1 ഫംഗ്ഷൻ 1-1-1-2 ഫംഗ്ഷൻ ദാറ്റ് ഈസ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഓൺ എ സെറ്റ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനേഷനാണ് പെർമ്യൂട്ടേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ എ കളക്ഷൻ ഓഫ് എൻ ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ് എനി ലീനിയർ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദിസ് ഒബ്ജക്റ്റ് ഈസ് കോൾഡ് പെർമ്യൂട്ടേഷൻ ഓഫ് ദിസ് കളക്ഷൻ. അപ്പോൾ ഇതിലെ 6 പെർമ്യൂട്ടേഷനാണ് നമുക്ക് 3 എലമെൻറ്റ്സ് കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എ ബി സി, ഇവിടെ 3 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റ് ഉണ്ട്. എ ബി സി ആണെങ്കിൽ അല്ലെങ്കിൽ 1 2 3 അല്ലേ, നമ്പേഴ്സ് നമ്മൾ കൊടുക്കാം, അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റ് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ സിമ്പിൾ വേർഡ്സ്. ദാറ്റ് ഈസ് 1 2 3 അല്ലെങ്കിൽ എ ബി സി. നമുക്ക് ഈ കിട്ടിയത് 6 അല്ലേ, 6 പെർമ്യൂട്ടേഷനാണ് കിട്ടിയത്. ഇനി 2 എലമെൻ്റ് ആണെങ്കിലോ, എ ബി 2 എലമെൻ്റ് ആണെങ്കിലോ, ദാറ്റ് ഈസ് ഇതൊരു പെർമ്യൂട്ടേഷനാണ്. നെക്സ്റ്റ് ബി എ ദാറ്റ് ഈസ് 2 ആണെന്ത് ഇവിടെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ദാറ്റ് ഈസ് 2. ഇനി ഇതിന് പകരം ഈ 3 എലമെൻറ്റ്സിന് പകരം 4 എലമെൻറ്റ്സ് ആണെങ്കിലോ എന്താ വരിക? ദാറ്റ് ഈസ് എ ബി സി ഡി. എത്ര പെർമ്യൂട്ടേഷൻ നമുക്ക് കിട്ടും? എ ബി സി ഡി അഥവാ എ ബി സി ഡി എന്ന ലെറ്റേഴ്സ് കൊണ്ട് നമുക്ക് മാക്സിമം എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം, എത്ര ലീനിയറായിട്ട് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഒന്ന് എഴുതി നോക്കാം. എ ബി സി ഡി. നെക്സ്റ്റ് എ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണത് കംപ്ലീറ്റ് എഴുതാം. എ ബാക്കി എന്താണ്? 3 ലെറ്റേഴ്സാണ് അല്ലേ. ഈ 3 ലെറ്റേഴ്സ് കൊണ്ട് എത്ര ഉണ്ടാക്കാം? 6 വിധത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? ഫസ്റ്റ് ബി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണത് അത് 2 എണ്ണം അല്ലേ. ഇവിടെ നമ്മൾ ഓരോന്ന് കണ്ടു. എ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 എണ്ണം, ബി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 എണ്ണം, സി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 എണ്ണം. ദാറ്റ് ഈസ് എ നമ്മൾ ഫിക്സ് ചെയ്തു, ഫസ്റ്റ് എലമെൻറ്റ് എ ഫിക്സ് ചെയ്തു. അടുത്തത് ബി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 എണ്ണം, ബി സി ഡി, അതേപോലെ തന്നെ ബി ഡി സി. ഒരു ഓർഡർ നമുക്ക് എന്ത് ചെയ്യാം. നെക്സ്റ്റ് എ വീണ്ടും ഫിക്സ് ചെയ്തു, എ ഫിക്സ് ചെയ്തതാണ് അല്ലേ. നെക്സ്റ്റ് ബിയുടെ കഴിഞ്ഞു. നെക്സ്റ്റ് സി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണത് ദാറ്റ് ഈസ് സി ബി ഡി, നെക്സ്റ്റ് സി ഡി ബി. ഓക്കെ, ദാറ്റ് ഈസ് എ സി ഡി ബി. നെക്സ്റ്റ് ഇനി എ ബി കഴിഞ്ഞു, സി കഴിഞ്ഞു, നെക്സ്റ്റ് ഡി ദാറ്റ് ഈസ് ഡി സി ബി, അതേപോലെ ഡി ബി സി. അപ്പോൾ എ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? 6 പെർമ്യൂട്ടേഷൻ കിട്ടും. അതുപോലെ തന്നെ ഇതിലെ ഓരോന്നും ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫിക്സ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ 6 എലമെൻറ്റ് കിട്ടും. അടുത്തത് ഇവിടെ ഞാൻ ബി ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ബി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ളത് എ സി ഡി. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇതും കൂടി നമുക്ക് കംപ്ലീറ്റ് എഴുതാം. ദാറ്റ് ഈസ് ബി, എ കൊണ്ട് ഇനിയുള്ളത് എ ഡി സി. അടുത്തത് ഡി അല്ലെങ്കിൽ ഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡി സി എ, അതുപോലെ തന്നെ ഡി എ സി. അടുത്തത് സി
ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എ ഡി അതുപോലെ തന്നെ ഡി എ അല്ലേ. ദറ്റ് ഈസ് ബി ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ എ കൊണ്ട് 6 പെർമ്യൂട്ടേഷൻ കിട്ടി, ബി കൊണ്ട് എന്ത് കിട്ടി 6 പെർമ്യൂട്ടേഷൻ കിട്ടി. അതേപോലെ എത്ര എലമെൻ്റ് ഉണ്ട് ഇവിടെ? ഇവിടെ 6. നെക്സ്റ്റ് അടുത്തത് സി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണത് അതും 6 ആയിരിക്കും അല്ലേ. അടുത്തതോ ഡി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണത് അതും 6. ദാറ്റ് ഈസ് 4 എലമെൻ്റ് കൊണ്ട് നമുക്ക് എത്ര പെർമ്യൂട്ടേഷൻ കിട്ടും? ദാറ്റ് ഈസ് 6 + 6 + 6 + 6 ദാറ്റ്സ് ഈക്വൽ ടു 24. എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? ഒന്നും കൂടിയും ബേസിക് ആയിട്ട് 1 എലമെൻ്റ് കൊണ്ട് ഒരു എലമെൻ്റ് ആണെങ്കിലോ, ഒരു എലമെൻ്റ് ആണെങ്കിൽ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ വേറെ ഒരു അറേഞ്ച്മെൻറ്റിന് വേറെ എലമെൻ്റ് ഇല്ല. അപ്പോൾ 1 എലമെൻ്റ് ആണെങ്കിൽ എത്ര എണ്ണമാണ്? 1. ഓക്കെ. 2 എലമെൻ്റ് ആണെങ്കിലോ, ദാറ്റ് ഈസ് n = 1 ആണെങ്കിൽ പെർമ്യൂട്ടേഷൻ എത്രയാണ്? ഒരു പെർമ്യൂട്ടേഷനേ ഉള്ളൂ. നെക്സ്റ്റ് n = 2 ആണെങ്കിലോ, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഈസ് 2. n = 3 ആണെങ്കിലോ, ദാറ്റ് ഈസ് 6. n = 4 ആണെങ്കിലോ, ദാറ്റ് ഈസ് 24. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഒരു ഫംഗ്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനറലൈസേഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്ത ടേം കണ്ടുപിടിക്കാൻ പറ്റുമോ? 1ന് 1, 2ക്ക് 2, 3ക്ക് 6, 4ന് 4. അങ്ങനെയാണെങ്കിൽ 5 എലമെൻ്റ് ആണെങ്കിൽ എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ടാവും അല്ലേ? നമുക്ക് എല്ലാം ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാൻ പറ്റില്ല. ദെർഫോർ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ജനറൽ റൂൾ അറിയാം അല്ലേ. ദാറ്റ് ഈസ് 1 ഫാക്ടോറിയൽ ആണ് 1. അതേപോലെ 2 ഫാക്ടോറിയൽ ആണ് 2, 3 ഫാക്ടോറിയൽ ആണിത് 6, 4 ഫാക്ടോറിയൽ ആണിത് 24. അങ്ങനെയാണെങ്കിൽ 5 ഫാക്ടോറിയൽ ആയിരിക്കും എന്ത്? 5 എലമെൻസിൻ്റെ പെർമ്യൂട്ടേഷൻ. ദാറ്റ് ഈസ് 5 എലമെൻസ് കൊണ്ട് എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കാം? 5 ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കാം. എത്രയാണ് 5 ഫാക്ടോറിയൽ? 1 ഇൻറ്റു എന്താണ് ഫാക്ടോറിയൽ? ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു എക്സെട്ര n വരെ ഗുണിക്കുക അല്ലേ. 1 മുതൽ n വരെ ഗുണിക്കുക. അങ്ങനെയാണെങ്കിൽ 5 ഫാക്ടോറിയൽ എന്താണ് 5 ഫാക്ടോറിയൽ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ദാറ്റ് ഈക്വൽ ടു എത്രയാണ്? ദാറ്റ് ഈസ് 120. ഓക്കെ. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്താണ് പെർമ്യൂട്ടേഷൻ, അതുപോലെ തന്നെ n ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എത്ര പെർമ്യൂട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നം വരുന്നത്, നമ്മൾ ഒരു 3 ലെറ്റേഴ്സ് എടുക്കാൻ പോവാണ്. ഞാൻ 3 ലെറ്റേഴ്സ്, ഒന്ന് എ, രണ്ടാമത്തെ എ, മൂന്നാമത്തെ ബി എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ടാവും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും എ ഫിക്സ് ചെയ്യും. ഓക്കെ. എ ഫിക്സ് ചെയ്യും, എന്നിട്ട് ഇത് രണ്ടും ചേഞ്ച് ചെയ്യും അല്ലേ. ദാറ്റ് ഈസ് എ ബി എ. ഓക്കെ. അപ്പോൾ എ ഫിക്സ് ചെയ്തു. അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് ഈ എലമെൻ്റ് എടുക്കും. ഈ എലമെൻ്റ് ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ കിട്ടുക. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻ ഉണ്ടാവും. പക്ഷേ അതിൽ n ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിലോ അവിടെ ചെറിയ വ്യത്യാസം വരും. ഓക്കെ. ദാറ്റ് ഈസ് സെയിം എലമെൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇതിലെ ചിലത് എന്തായിരിക്കും? വീണ്ടും സെയിം എലമെൻറ്റിന് വരും, സെയിം അറേഞ്ച്മെൻറ്റിന് വരും. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റിങ്ക്റ്റ് അറേഞ്ച്മെൻ്റ് ആയിരിക്കില്ല വരിക. സെയിം എലമെൻ്റ് ആണെങ്കിൽ അതിലെ അറേഞ്ച്മെൻറ്റ് പലതും എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും അല്ലേ, ഒരേ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ദാറ്റ് ഈസ് n ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അവിടെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്ത് ചെയ്യും? n ഫാക്ടോറിയനേക്കാളും കുറവായിരിക്കും. അപ്പോൾ സെയിം എലമെൻറ്റ് വരികയാണെങ്കിൽ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് കൗണ്ട് ചെയ്യാം. ദാറ്റ് ഈസ് എ എ ബി, 3 ലെറ്റേഴ്സ്, പക്ഷേ അതിലെ 2 സെയിം ആണ്. ഏതൊക്കെയായിരിക്കും? ദാറ്റ് ഈസ് എ എ ബി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? എ ഫിക്സ് ചെയ്ത് രണ്ടും ചേഞ്ച് ചെയ്തു അല്ലേ. ദാറ്റ് ഈസ് ബി എ വരും. ദാറ്റ് ഈസ് എ കൊണ്ടുള്ളത് കഴിഞ്ഞു. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഈ എ എടുത്ത് ഇവിടെ എഴുതും അല്ലേ. അപ്പോഴും സെയിം തന്നെ വരിക അല്ലേ. വീണ്ടും ഇത് രണ്ടും ചേഞ്ച് ചെയ്യുമ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ചേഞ്ച് ചെയ്ത പോലെ വീണ്ടും ഈ ലെറ്റേഴ്സ് ഫസ്റ്റ് എഴുതുമ്പോൾ വീണ്ടും ഇത് തന്നെ വരിക. പിന്നുള്ള എന്താണ്? ബി വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് ബി എ എ. നെക്സ്റ്റ് എന്താണുള്ളത്? വീണ്ടും ബി വെച്ച് ഇത് രണ്ടും ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ ആകെ 3 എലമെൻ്റ്, 3 ഡിസ്റ്റിങ്ക്റ്റ് അറേഞ്ച്മെൻറ്റാണ് വരുന്നത്. ദാറ്റ് ഈസ് 2 സെയിം ആയപ്പോൾ ഇവിടെ 3 ഡിസ്റ്റിങ്ക്റ്റ് അറേഞ്ച്മെൻറ്റാണ് വന്നത്. ഓക്കെ. പി സി ആണെങ്കിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ടോട്ടൽ പെർമ്യൂട്ടേഷൻ, ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ നമുക്ക് എന്താ കിട്ടിയത്? 3 ഫാക്ടോറിയൽ ദാറ്റ്സ് ഈക്വൽ ടു 6 ആയിരുന്നു.
പക്ഷേ അതിലെ രണ്ടെണ്ണം സെയിം ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടിയേ? ദാറ്റ് ഈസ് എ എ ബി. ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ പെർമ്യൂട്ടേഷൻ 3 ആണ് അല്ലേ? നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും റൂള് തൊട്ട് മുന്നേ പറഞ്ഞ പോലെ എൻ ഫാക്ടോറിയൽ എൻ ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇതിനെ ദാറ്റ് ഈസ് എൻ എലമെൻസിലെ 6 എലമെൻറ്റ്സ് സെയിം ആയാൽ, അല്ലെങ്കിൽ ഇവിടെ എ ബി സി ഡി ഇതെത്രയായിരുന്നു? ഇത് 4 എലമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടിയേ? ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ. ഇതിലെ രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്ത് വരിക, ദാറ്റ് ഈസ് എ എ വരിക, അതേപോലെ സി സി വരിക. ഇങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? നമ്മൾ എഴുതി നോക്കേണ്ടി വരും. കാരണം നമുക്ക് ഈ ടൈമിൽ നമുക്ക് ഒരു റൂളും അറിയില്ല. ഓക്കെ, ഞാൻ ഒരു റൂള് പറയാം. നിങ്ങൾ 2-3 എക്സാമ്പിൾ എടുത്ത് അത് ചെയ്ത് നോക്കുക, ശരിയാണോ ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഒന്നും പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, ദാറ്റ് ഈസ് എത്ര എലമെൻ്റ് ഉണ്ടോ, ദാറ്റ് ഈസ് എൻ എലമെൻ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എത്ര എലമെൻ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നു. ഇവിടെ എത്ര എലമെൻ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നു? 2 എലമെൻ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നു, ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ. ഇവിടെ എത്ര എലമെൻ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നു? ഇവിടെ 2 എലമെൻ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നു, ഇവിടെയും 2 എലമെൻ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നു, ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, നമ്മൾ ഈ ഒരു കേസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ ടോട്ടൽ എത്ര എലമെൻ്റ് ആണ്? ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര എലമെൻ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നു? ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 ഇൻറ്റു 2 അല്ലേ? 2 ക്യാൻസൽ ചെയ്യാം, 1 ക്യാൻസൽ ചെയ്യാം, ബാക്കി 3, ദാറ്റ് ഈസ് 3 ആണ്. ഇനി ഇങ്ങനെയാണെങ്കിലോ എ ബി സി ഡി അതിലെ ഇതാണെങ്കിൽ 4 ഫാക്ടോറിയൽ ആയിരിക്കും. ഇനി ഈ 4 ഒബ്ജക്റ്റിലെ 2 എണ്ണം വീതം സെയിം ആയി വന്നാൽ ഓക്കെ, ദാറ്റ് ഈസ് എ എ സി സി ഈ ഒരു ഒബ്ജക്റ്റ്, ഈ ഒരു ലെറ്റേഴ്സ് നിങ്ങൾക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇത് റിപ്പീറ്റ് ചെയ്തു അല്ലേ? 2 എണ്ണം ഇവിടെ റിപ്പീറ്റ് ചെയ്തു, ഇവിടെ 2 എണ്ണം റിപ്പീറ്റ് ചെയ്തു, ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. നിങ്ങൾ +2 പഠിച്ച കാര്യം തന്നെ ഇത്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, ഇവിടെ 4 ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 2 അല്ലേ? 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 4 ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഈസ് 6. അപ്പോൾ ഇവിടെ എ എ സി സി ആണെങ്കിൽ നിങ്ങൾക്ക് 6 എണ്ണേ 6 എണ്ണേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് ഈ 6 അറേഞ്ച്മെൻറ്റ് ഏതൊക്കെയാണ്? ഓക്കെ, ചെറുതായതുകൊണ്ട് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് അതും കൂടി എഴുതി നോക്കാം. ഫസ്റ്റ് എ എ സി സി ഞാൻ ഈ എ ഫിക്സ് ചെയ്യാണ്, ഫസ്റ്റത്തെ എ ഫിക്സ് ചെയ്യാണ്. നെക്സ്റ്റ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഇത് രണ്ടും ചേഞ്ച് ചെയ്യാം അല്ലേ? ദറ്റ് ഈസ് സി എ സി. നെക്സ്റ്റ് ഇത് രണ്ടും എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം, ദറ്റ് ഈസ് എ. ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ സി സി എ. ഇനി ഇത് ചേഞ്ച് ചെയ്തിട്ട് കാര്യമല്ല അല്ലേ? സെയിം ലീനിയർ അറേഞ്ച്മെൻറ്റ് തന്നെ വരിക. അപ്പോൾ എ ഫിക്സ് ചെയ്തപ്പോൾ നമുക്ക് 3 അറേഞ്ച്മെൻറ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ എ എ സി സി എടുത്ത് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? സി സി എ എ ഈ അറേഞ്ച്മെൻറ്റ് എടുക്കാം. ഇവിടെ സി ഫിക്സ് ചെയ്തു, നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ വ്യത്യസ്ത അറേഞ്ച്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് സി ഫിക്സ് ചെയ്തു, നെക്സ്റ്റ് ഫസ്റ്റ് ഇത് രണ്ടും ചേഞ്ച് ചെയ്തു, ഇത് അതുപോലെ തന്നെ എഴുതി, ദറ്റ് ഈസ് എ സി എ. ഇനിയോ ഇത് സെൻറ്ററുള്ളത് ഫിക്സ് ചെയ്തു, ഇത് രണ്ടും എന്ത് ചെയ്യാം? ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാം, ദറ്റ് ഈസ് സി എ എ സി അല്ലേ? ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റാണ് അല്ലേ? സെയിം ഉള്ളത് ഉണ്ടാവില്ല. കാരണം എന്താണ്? എ ഇവിടെ ഏതെങ്കിലും ഒരു എലമെൻ്റ് എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും, ദറ്റ് ഈസ് 6. ഇതാണ് ആ 6 അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എല്ലാ കേസിലും നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാൻ പറ്റില്ല അല്ലേ? ഏറ്റവും സിമ്പിളായിട്ടുള്ള n എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഡിഫിക്കൽട്ടായിരിക്കും, കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തോ അത് n ഫാക്ടോറിയലിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി ലെറ്റേഴ്സ് ഇൻ ബാൾ എന്ന ലെറ്റേഴ്സ് അതിൻ്റെ എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ട്? ബാൾ എന്ന ലെറ്റേഴ്സ് കൊണ്ട് നമുക്ക് എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കാം? എത്ര ടോട്ടൽ ലെറ്റേഴ്സ് എത്രയാണ്? ദറ്റ് ഈസ് BALL അല്ലേ? 4 ലെറ്റേഴ്സ്, ദറ്റ് ഈസ്
എൻ ഫാക്ടോറിയൽ എന്തായിരുന്നു ഡെഫിനിഷൻ? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എത്ര നമ്മുടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അത് ഡിവൈഡ് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ എൻ ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ബി ഒരു പ്രാവശ്യമാണ് അല്ലേ. വേണമെങ്കിൽ എന്ത് ചെയ്യാം 1 ഫാക്ടോറിയൽ, എ ഒരു പ്രാവശ്യമാണ് ദാറ്റ് ഈസ് ഇൻറ്റു 1 ഫാക്ടോറിയൽ, എൽ എത്ര പ്രാവശ്യമാണ് 2 ഫാക്ടോറിയൽ അല്ലേ. ഇവിടെ തൊട്ട് മുന്നേ 1 ഉള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, 1 ഉള്ളത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം 1 ഫാക്ടോറിയൽ എന്താണ് 1 തന്നെയാണ്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യണത് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണ്ടോ അത്രയും തവണ ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 അല്ലേ. ഇത്രയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 12. അപ്പോൾ BALL ഈ 4 ലെറ്റേഴ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം 12 പെർമ്യൂട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്നെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക ലിൻവൈസിലോ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിലോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ചെറിയ ടോപ്പിക്ക് എന്താണ് പെർമ്യൂട്ടേഷൻ, അതുമായി ബന്ധപ്പെട്ട 2 ടൈപ്പ് പ്രോബ്ലംസ്. ഓക്കെ.